ഇന്നും ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. നമുക്കൊരു വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടെല്ലാം റേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സാരീസാണ് വരുന്നത്. ഈ കസ്റ്റമേഴ്സിനോട് വീണ്ടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമുക്ക് വെബ്സൈറ്റ് വഴി ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇനി അഥവാ വെബ്സൈറ്റ് വഴി പറ്റുന്നില്ല എങ്കിൽ വാട്സാപ്പ് വഴി വാങ്ങാം. കഴിയുന്നതും കോൾ അവോയ്ഡ് ചെയ്യുക, കാരണം അവർക്ക് സ്റ്റാഫിന് കോൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം മെസ്സേജാണ് നമുക്ക് വാട്സാപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൾ വരികയാണെങ്കിൽ അവർക്ക് അത് വളരെ ഹെക്റ്റിക്കാണ്. അപ്പോൾ കഴിയുന്നതും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ അവർ ഡെഫിനറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ നല്ല ഡിഫറെൻറ്റ് അറ്റയറിലായിട്ടോ സാരീസ് വരുന്നത്. നല്ല വർക്കിലാണ് എല്ലാ സാരീസും വരുന്നത്. ഡെയിലി മോർണിംഗ് രാവിലെ 10:30 മണിക്കാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്, വിതിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിങ്ങിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുന്നുള്ളൂ. വീഡിയോ കണ്ടു നോക്കാം. ഫസ്റ്റ് സാരി നല്ലൊരു പിങ്ക് ആട്ടോ സാരിയുടെ, ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനുള്ള പിങ്ക് ആണ്, ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ ഒരു ലിനനും ചന്തേരിയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ആ ഒരു ഫാബ്രിക് വരുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ്, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. പ്ലീറ്റ്സ് എല്ലാം ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ബോഡി പാർട്ട് വരുമ്പം ബേബി പിങ്കിൽ ലൈറ്റ് ടോണിലായിരിക്കും. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ സാരിയിൽ. മുകൾ ഭാഗം ചെസ്റ്റ് പോർഷൻ പല്ലു കംപ്ലീറ്റ് ഈ ഒരു നല്ലൊരു ജാൽ പാറ്റേണിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത് സാരിയിൽ. ഒരു മെറൂണിലാണ് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ സാരിയിലും ഡ്യുവൽ ടോണിലായിരിക്കും ബോർഡർ വരുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലായിരിക്കും. കണ്ടോ, ഒരു ബ്രസ്റ്റ് സ്ട്രോക്കിന്റെ പാറ്റേണിലായിരിക്കും ബോർഡേഴ്സ് വരുന്നത് സാരിക്ക്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. ലിനനും ചന്തേരിയും കൂടി ബ്ലെൻഡഡ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. നമുക്ക് വൺ ലെയറിലാണെങ്കിൽ നല്ല പാറ്റേണിലാണ് ബോഡി വരുന്നത്. സിമ്പിൾ പല്ലു. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഒരു ലൈൻസിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. സെയിം ത്രെഡ് വ്യൂ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്ലൂവിന്റെ തന്നെ ഡിഫറെന്റ് കോമ്പിനേഷനാണ് വരുന്നത്. ഒരു സ്കൈ ബ്ലൂ വിത്ത് പൗഡർ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഫുൾ ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയിൽ തന്നെയായിരിക്കും ബോഡി വരുന്നത്. നേവി ബ്ലൂയിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് നേവി ബ്ലൂ. ഡ്യുവൽ ടോണിൽ തന്നെയായിരിക്കും, ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലായിരിക്കും സാരിക്ക് ബോർഡർ വരുന്നത്. സിമ്പിൾ പല്ലു. ബ്ലൗസ് വരുന്നത് ലൈൻസ് ആട്ടോ, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് പീച്ച് ആണ്. പീച്ച് ആൻഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ തന്നെ വരുന്നത്. ഇത് ത്രെഡ് എംബ്രോയിഡറി മാറിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് ഇതിൽ വർക്ക് വരുന്നത്. ഇതിൽ ലോവർ പോർഷൻ വരുമ്പോൾ ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഇത് ഡ്യുവൽ ടോണിലുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട്. എംബ്രോയിഡറി വർക്ക് കൂടാതെ ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. മുന്താണി ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് എല്ലാ സാരിക്കും പല്ലു വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ബ്ലൗസ് വരുന്നത് ലൈൻസിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ ത്രെഡ് വ്യൂ പാറ്റേൺ തന്നെ കേട്ടോ. എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം തന്നെയാണ്. നല്ലൊരു പെൻസിൽ ഗ്രേ ആണ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനുള്ള പെൻസിൽ ഗ്രേയിലാണ് ഡിസൈൻസ് വരുന്നത്, ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഇതിലും ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ സാരി ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഡ്യുവൽ ടോണിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലായിരിക്കും ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗും വരുന്നത്. പല്ലു സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ ടർക്കോയിസ് ഗ്രീൻ ആൻഡ് അക്വാ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ത്രെഡ് വർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഫുൾ എംബ്രോയിഡറി വർക്കിൽ വരുന്നത്. ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലുള്ള വർക്ക് ആയിരിക്കും വരുന്നത്. അതിൻ്റെ തന്നെ മിനിയേച്ചർ ഫോമിലായിരിക്കും ബോഡിയിൽ കംപ്ലീറ്റ് വർക്ക് വരുന്നത്. ഡ്യുവൽ ടോണിലായിരിക്കും സാരിക്ക് ബോർഡേഴ്സ് വരുന്നത്. ഈ ഒരു പാറ്റേണിൽ വൺ ലെയറിൽ സാരി ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ. പല്ലു സെയിം പാറ്റേൺ തന്നെയാണ്. എല്ലാ സാരീസിനും ആ ഒരു ലൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. വിത്ത് സ്ട്രൈപ്പ് പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ഒരു ഐവറി ടോൺ ആണ് സാരിയുടെ ബോഡി വരുന്നത്. ഐവറി ടോൺ ആണ്, നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് സാരിക്ക് കോമ്പിനേഷൻ വരുന്നത്. ഡിഫറെന്റ് പാറ്റേണിലാട്ടോ ത്രെഡ് എംബ്രോയിഡറി വരുന്നത് സാരിയിൽ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ബോർഡറിൽ വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക്. ഡ്യുവൽ പാറ്റേണിലുള്ള ബോർഡേഴ്സ്. എന്താണ് ലൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും ഫാബ്രിക് മാറിയിട്ടുണ്ട്. സോഫ്റ്റ് ഒരു സെമി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ജാംദാനി വുവൺ സ്റ്റൈലാണ് സാരി വരുന്നത്. അതും ഒരു ഡ്യുവൽ കോമ്പിനേഷനിലാണ് ഒരു വുവൺ പാറ്റേൺസ് വരുന്നത്. ഗ്രീൻ, പാരറ്റ് ഗ്രീൻ ആൻഡ് പീച്ച് ആണ് ഒരു ജാംദാനി ഡിസൈൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അതിലൊരു കോഫി ബ്രൗൺ ഡിസൈൻസും കൂടി വരുന്നുണ്ട് കേട്ടോ വുവൺ പാറ്റേൺ ആയിട്ട്.
ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. അതിൻ്റെ തന്നെ മോട്ടീവ്സ് ആണ്, ജാംദാനി മോട്ടീവ്സ് വരുന്നുണ്ട് ബോഡിയിൽ. സോഫ്റ്റ് സെമി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പല്ലു ഫുൾ ആ ഒരു ജാംദാനി വീവിൽ തന്നെ സാരിയുടെ മുന്താണി വരുന്നത്. പാരറ്റ് ഗ്രീൻ, പീച്ച് ആൻഡ് ബ്രൗൺ, ഈ 3 കളർ കോമ്പിനേഷനിലായിരിക്കും സാരി വരുന്നത്. വർക്കിന്റെ ബാക്ക് സൈഡും സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ, ഇതേ പാറ്റേണിൽ തന്നെ ബാക്ക് സൈഡും വരുന്നത്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഈ സാരീസിന് കോമ്പിനേഷൻ പീച്ച് ആൻഡ് ഗ്രീൻ ആണ്, അതുകൊണ്ട് തന്നെ അസോർട്ടഡ് ആയിട്ട് ഗ്രീൻ ബ്ലൗസും വരുന്നുണ്ട്, ചില സാരീസിന് പീച്ച് ബ്ലൗസും വരുന്നുണ്ട്. സിനു, ഞാനത് കാണിക്കും ഡീറ്റെയിൽ ആയിട്ട്. അതും ഇതിപ്പം പീച്ചാണ്, അതിലൊരു ഗോൾഡൻ ബുട്ടി വർക്ക് വരുന്നുണ്ടാവും. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരിക്ക് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ അസോർട്ടഡ് ആയിട്ടായിരിക്കും വായിക്കുന്നത്. സാരിയുടെ ഡിസൈൻസും കോമ്പിനേഷനും എല്ലാം സെയിം തന്നെയായിരിക്കും. ബ്ലൗസിന്റെ ആ ഒരു കളർ പാലറ്റ് മാറി വരുന്നേ ഉള്ളൂ കേട്ടോ. പല്ലു ഇതാണ് സാരിയുടെ മുന്താണിയിൽ ആ ഒരു ജാംദാനി ഡിസൈനിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. നെക്സ്റ്റ് ജാംദാനി സാരി വരുന്നത് ഒരു സീ ഗ്രീൻ ആൻഡ് ബേബി പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. കൂടാതെ ബ്രൗൺ വരുന്നുണ്ട്. ബ്രൗൺ കോമൺ ആയിട്ട് എല്ലാ സാരീസിനും ഉണ്ട്. ഫ്ലോറൽ ഡിസൈൻസിന്റെ പാറ്റേൺ ആണ് മാറി വരുന്നത്. സീ ഗ്രീൻ അല്ല, സീ ബ്ലൂ ആണ്. സീ ബ്ലൂ ആൻഡ് ബേബി പിങ്ക് ആണ്. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും മോട്ടീവ്സ് വരുന്നത്. ഈ സാരിയിൽ ബ്ലൗസ് വരുമ്പോൾ ഇതും 2 ടോണിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ സീ ഗ്രീനിലായിരിക്കും ആ ഒരു ഗോൾഡൻ ബുട്ടി വർക്ക് വരുന്നത്. ബ്ലൗസിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. സെയിം കോമ്പിനേഷൻ, സെയിം സാരിക്ക് തന്നെ വീണ്ടും ബേബി പിങ്കിലും വരുന്നുണ്ട് ബ്ലൗസ്. ബേബി പിങ്കിലും ആ ഒരു ബുട്ടി വർക്കിൽ വരുന്നുണ്ട്. പക്ഷേ എല്ലാ ബ്ലൗസും നല്ലതാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് സാരിയും എൻ്റെ കയ്യിൽ ഈ ഒരു പാരറ്റ് ഗ്രീൻ ബ്ലൗസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് പെയർ ചെയ്തത് കേട്ടോ. ഇതിന് പീച്ച് വന്നാലും നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് ആയിരിക്കും. ഇതിനും സെയിം ഇതേ സാരി തന്നെയാണെങ്കിലും 2 ടോണിലാണ് ബ്ലൗസ് വരുന്നത്. കാരണം നമുക്ക് ബൾക്ക് ആയതുകൊണ്ട് നമുക്ക് സോർട്ട് ചെയ്ത് വിടൽ പ്രയാസമായിരിക്കും. നമ്മൾ ഈ ഒരു ഡിസൈൻ മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത്. കോമ്പിനേഷൻ സെയിം ആയിരിക്കും. ബ്ലൗസിന്റെ കളേഴ്സ് മാറി മാറി വരും കിട്ടുമ്പോൾ. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ജാംദാനി വുവൻ സ്റ്റൈലിൽ തന്നെയായിരിക്കും ബോർഡേഴ്സും ബോഡി എല്ലാം വരുന്നത്. ഇത് നല്ലൊരു യെല്ലോ ആണ്. യെല്ലോ വിത്ത് സീ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ജാംദാനി ഡിസൈൻസ് എല്ലാം സെയിം പാറ്റേൺ. പല്ലു ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണി വരുന്നത്. ഇതിന് ബ്ലൗസ് വരുന്നത് യെല്ലോയിലാണ്. ഇതിന് സിംഗിൾ ടോണിലാട്ടോ ബ്ലൗസ് വരുന്നത്. യെല്ലോയിൽ ആ ഒരു ബനാറസി മോട്ടീവ്സ് വരുന്നുണ്ട് ബ്ലൗസ്. മുന്താണി